നമ്മുടെ ഈ ഇൻക്രെഡിബിൾ ഇന്ത്യയിൽ സ്പോർട്സ് അല്ലെങ്കിൽ കമ്മ്യൂട്ടർ വിഭാഗത്തിൽ മാത്രം ടൂ വീലേഴ്സ് ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മുടെ ഈ മഹാരാജ്യത്തിലെ ഇതുപോലുള്ള നിരത്തുകൾക്ക് വേണ്ടി ഒരു വാഹനം ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റുകളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അങ്ങ് ദൂരെ യൂറോപ്യൻ കൺട്രികളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഹോണ്ടയുടെ ആഫ്രിക്ക ടിന്നും ഡുക്കാറ്റിയുടെ മൾട്ടിസ്റ്റാർഡയും BMW-ന്റെ GS-ഉം ട്രയംഫിന്റെ ടൈഗറും ഒക്കെ ഒരു ഇറങ്ങിയിരുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ അത് സ്വപ്നം കണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ കാലത്തില് കാലം തെറ്റി ഇറങ്ങിയതുപോലെ നമ്മുടെ ഹീറോയുടെ ഇമ്പൾസ് ഒക്കെ നമ്മുടെ നിരത്തുകളിലേക്ക് വന്നുവെങ്കിലും ഒരു അന്യഗ്രഹ ജീവികളെ പോലെ അതിനെ നോക്കി നിൽക്കാൻ മാത്രമാണ് പലപ്പോഴും നമ്മുടെ നാട്ടുകാർക്കും നമുക്കും സാധിച്ചത്. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ നിന്നാണ് പണ്ടെന്ന് വെച്ചാൽ മോട്ടോർ സൈക്കിളുകളുടെ ചരിത്രം 1901 മുതൽ എഴുതി ആ ചരിത്രത്തിലൂടെ ജീവിച്ചു വന്നിരുന്ന കമ്പനി നമ്മുടെയൊക്കെ ചുറ്റുപാടിലും നമ്മുടെ നിരത്തുകളിലും നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ താളം പോലെ ചലിച്ചു തുടങ്ങിയിരുന്ന, പൊടി പാറിച്ചു തുടങ്ങിയിരുന്ന ആ കമ്പനി 2015 ഒരു പുതിയ ഐറ്റത്തിനെ നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നത്. 2016 ഇന്ത്യൻ നിരത്തുകളിൽ BS3 നോംസുമായിട്ട് ഇറങ്ങിയ ഹിമാലയൻ. ഏതൊരു ചരിത്രവും എഴുതി തുടങ്ങുവാൻ അല്ലെങ്കിൽ ചരിത്രത്തിനെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചരിത്ര പുരുഷൻ ആവശ്യമാണ്. അതുപോലെ ഇന്ത്യൻ അഡ്വഞ്ചർ സെഗ്മെന്റിലേക്ക് ഒരു പുതിയ പടക്കുതിരയായിരുന്നു ഹിമാലയൻ. BS6 ഹിമാലയന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ട് ഇത് നിങ്ങളുടെ സ്വന്തം അലക്സ് ബാലകൃഷ്ണൻ ആൻഡ് വെൽക്കം ടു ഇന്ത്യൻ ജേണൽ. BS3-യിൽ നിന്ന് BS6-ലേക്ക് 3 തലമുറ കഴിയുമ്പോൾ ഹിമാലയന് വന്ന മാറ്റങ്ങൾ ഒരുപാടാണ്. ഒരുപാട് സ്റ്റിക്കറുകൾ കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് റിഫൈൻമെന്റ് കൂടിയിട്ടുണ്ട്, ഒരുപാട് റിലയബിലിറ്റി കൂടിയിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം റോയൽ എൻഫീൽഡിന് സർവീസ് ഉള്ളതും സർവീസിന്റെ കഥകളും ഒക്കെ നമുക്ക് നല്ലവണ്ണം തന്നെ അറിയാം. ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ഈ എഞ്ചിൻ BS6-ലേക്ക് വരുന്ന സമയത്ത് ഒരല്പം റാ പവർ കുറഞ്ഞിട്ടുണ്ടെങ്കിലും വണ്ടിയുടെ റിഫൈൻമെന്റ് ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ കുറച്ച് കിലോഗ്രാം വെയിറ്റ് കൂടെ, കൃത്യമായി പറഞ്ഞാൽ 199 കിലോഗ്രാമാണ് ഈ ഒരു ബീസ്റ്റിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ റണ്ണിങ്ങിൽ അത് ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് തന്നെ നോക്കാം. കമാ, വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലാണ് വാഹനം തരുന്നത്. പ്രത്യേകിച്ച് വളരെയധികം റൗണ്ടായിട്ടുള്ള പഴയ രീതിയിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ഡിജിറ്റലും അനലോഗും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു കോക്പിറ്റ് മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് രാത്രിയിൽ ഇത് ലൂമിനേറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് പറയേ വേണ്ട, ഭയങ്കര രസമാണത് കാണാനായിട്ട്. അപ്പോൾ ആ ഒരു ലുക്കിൻ്റെ ഫീല് നമുക്ക് റൈഡിൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 173 സെൻറ്റിമീറ്റർ പൊക്കമുള്ള എനിക്ക് ഈ വാഹനം പ്ലാന്റഡ് ഫൂട്ടായിട്ട് തന്നെ, ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ പോലും പ്ലാന്റഡ് ഫൂട്ടായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ കയറി ഇരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സീറ്റ് നല്ല അടിപൊളി കുഷൻ തന്നെയാണ്. അതെല്ലാം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങൾ. ഇതിൽ കോക്പിറ്റിൽ നിന്ന് കിട്ടുന്ന ലുക്ക് എന്ന് പറഞ്ഞാൽ അതും ഒരു രക്ഷയില്ലാത്ത മാരക ലുക്ക് തന്നെയാണ്, ഡിജിറ്റലും അനലോഗും കൂടെ ചേർന്നിട്ടുള്ള ലുക്ക്. പക്ഷേ ഈ ഫ്രണ്ടിലുള്ള ഫെൻഡർ എത്രത്തോളം നമുക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിരെ വരുന്ന കാറ്റ് അത് ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്നേ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, BS3-ൽ ആദ്യം നമുക്ക് വണ്ടി ഇറങ്ങുന്ന സമയത്ത് 4 ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടി ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു. അത് ഇതിൽ തിരിച്ചു വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മുടെ തമ്പിലായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് സ്റ്റാർട്ടിംഗ് സ്വിച്ച്, അതുപോലെ 4 ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടി ഒരു ഹസാർഡ് ലാമ്പ്, ഒപ്പം തന്നെ ഒരു എന്താണ് നമ്മുടെ എൻജിൻ കിൽ സ്വിച്ചും കൂടെയാണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ചോക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു പാസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഡിമ്മും ബ്രൈറ്റും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിന് ഹോണിന് വേണ്ടിയുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം മോഡറേറ്റായിട്ട് ശബ്ദമൊക്കെ ഉള്ള ഹോൺ തന്നെയാണ്. നല്ല രസമാണ് ഈ വാഹനം ഇരുന്ന് പോകുന്ന സമയത്ത്. ഇത്രയും വലിയൊരു വാഹനമാണ് ഓടിക്കുന്നതെന്നോ അല്ലെങ്കിൽ 199 കിലോ വെയിറ്റ് ഇതിനുണ്ടെന്നോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഒരു ഇംപ്രസീവായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞത്. പക്ഷേ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഓടിക്കുന്ന സമയത്ത് വണ്ടിയിലെ ഹീറ്റ് കാലിൽ നല്ലവണ്ണം നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സിറ്റി ഡ്രൈവിന് അല്ലെങ്കിൽ ഡെയിലി സിറ്റി ഡ്രൈവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഉപയോഗിച്ച് വരുമ്പോൾ പോകെ എല്ലാം ശരിയാകുമെന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് തോന്നും. എന്നിരിക്കലും അതൊരു ഡിസ്കംഫോർട്ടായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റിയർ വ്യൂ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ റോയൽ എൻഫീൽഡ് പ്രോഡക്റ്റുകളിൽ റിയർ വ്യൂ മിററിൽ കൂടെ അങ്ങനെ അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റാറില്ല എന്ന് നമ്മളൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം സെറ്റ് ചെയ്തിരിക്കുന്ന റിയർ വ്യൂ മിറേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പിന്നിലുള്ള കാഴ്ചകൾ മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് കൺസോളിനകത്ത് ഒരു കോമ്പസ് കൂടെ കൊടുത്തിട്ടുണ്ട്. വളരെ ആക്യുറേറ്റ് ആണ് ഇതിൻ്റെ ഫ്യൂൽ ഗേജ് എന്ന് പറയാനായിട്ട്. ഒരു RPM മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഒപ്പം തന്നെ ഒരു കോമ്പസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 2 ബട്ടൺസ് ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ABS-ന് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ABS കട്ട് ഓഫ് ആവും. അടുത്തൊന്ന് വണ്ടി ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ABS തിരിച്ച് ഓണായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഡ്രൈവിൽ നമുക്കുള്ളത്. പിന്നെ പിലിയൻ സീറ്റിൻ്റെ കംഫർട്ട് ഒന്നും പറയാതിരിക്കേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ പിന്നിലുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയൂല എന്ന് പറഞ്ഞാൽ ആ ഒരു വെയിറ്റ് ഒന്നും നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ സെറ്റ് ആയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം തന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് മോഡറേറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു എന്താ പറയുക, ഒരു ഭയങ്കര വലിയൊരു ബ്രേക്കിംഗ് പഞ്ച് ഇതിനകത്തുനിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡ് ABS ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു പഞ്ച് നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. പക്ഷേ മോഡറേറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കിലോമീറ്റർ സ്പീഡ് റേഞ്ചിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രേക്ക് ഭയങ്കരമായിട്ട് കംഫർട്ട് തരും. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ എഞ്ചിൻ ബ്രേക്കിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബദൽ സംവിധാനങ്ങൾ കൂടെ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് തന്നെ വരും. കാരണം ഇതിൻ്റെ ബ്രേക്കിംഗ് അങ്ങനെ ഒരു കാര്യം, ബ്രേക്കിങ്ങിൻ്റെ ബൈറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വൈബ്രേഷൻസ് ഇല്ല, ഒരു 80-90 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത് വരെയും വൈബ്രേഷൻസ് ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഒരുപാട് റേസിങ്ങിന് വേണ്ടിയിട്ടോ അങ്ങനെ പൊളിച്ചോടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു 80 അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ സ്പീഡിനകത്ത് അതാണ് ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട്. ആ സ്പീഡിൽ നമുക്ക് ക്രൂയിസ് ചെയ്ത് കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള, ഏത് റോഡിനും കോമ്പാക്റ്റബിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ എന്ന് പറഞ്ഞാൽ. BS4 ഹിമാലയനിൽ നിന്ന് BS6 വരുന്ന സമയത്ത് വണ്ടിയുടെ വെയിറ്റ് കൂടിയിട്ടുണ്ട്, അതൊരു ഭാഗം തന്നെയാണ്. എന്നിരിക്കലും വണ്ടിയുടെ പവറിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 6500 RPM-ൽ 24.7 PS പവർ തന്നുകൊണ്ടിരുന്ന വാഹനം സെയിം എഞ്ചിൻ 411 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് SOHC എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമുള്ള ഈ വാഹനം നമുക്ക് സെയിം RPM-ൽ 6500 RPM-ൽ 24.3 PS മാത്രമാണ് പവർ തരുന്നത്. ആ ഒരു ചെറിയ വേരിയേഷൻ മാത്രമാണ് പവറിൽ വ്യത്യാസം വരുന്നത്. 4500 RPM-ൽ 32 Nm ടോർക്ക് തന്നുകൊണ്ടിരുന്ന വാഹനത്തിന് അതിൽ യാതൊരു വ്യത്യാസവും ഇപ്പോഴില്ല. 78x86 mm എന്ന് പറഞ്ഞ ബോർ സ്ട്രോക്ക് റേഷ്യോയും അത് മനോഹരമായിട്ട് ഈ വണ്ടിയുടെ എൻജിൻ റൺ ആകും എന്നുള്ളത് ഓൺ ദ പേപ്പർ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പിന്നെ വ്യത്യാസം വേറെ ഒരുപാട് പറയാനൊന്നുമില്ല. പക്ഷേ BS6 നോംസിനനുസരിച്ച് വണ്ടി മാറ്റിയിട്ടുണ്ട്. സൈലൻസറിൽ വന്ന വ്യത്യാസമുണ്ട്, അതുപോലെ വണ്ടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പവറിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ BS6 വരുന്ന സമയത്ത് വണ്ടിയുടെ റിയർ ABS ഡ്യുവൽ ചാനൽ ABS ആണ്. ഇതിനകത്തുള്ള റിയർ ABS നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒരു ഓപ്ഷൻ നമ്മുടെ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പറയുമ്പോൾ അതൊരു മനോഹരമായ സംഗതി തന്നെയാണ്. കാരണം നമുക്കൊരു ടോട്ടലി പാക്ഡ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ബൈക്ക് ഈ ഒരു 2.5 ആ ഒരു റേഞ്ചിനകത്തുള്ള ₹1,00,000 നമുക്ക് കിട്ടുകയാണെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇമ്പൾസിൻ്റെയും നമ്മുടെ ഡ്യൂക്ക് 390 അഡ്വഞ്ചറിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ തന്നെയാണ് നമ്മുടെ ഹിമാലയൻ റോയൽ എൻഫീൽഡ്. ഇത് സത്യം പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു റൈഡ് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനമേ അല്ല, ഇത് ആഴ്ചകളോളം ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനമാണ്. അതാണ് എനിക്കിത് ഓടിച്ചപ്പോൾ തോന്നുന്നത്. ഒരുപാട് ദൂരം നമ്മളെയും കൊണ്ട് പോകുന്ന, ഒരുപാട് യാത്രകൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ. എല്ലാ ഹീറോസിനും തൻ്റെ ലൈഫിൽ ഏത് സിനിമ നമ്മൾ കണ്ടാലും മനസ്സിലാവും, ഒരു ചെറിയ സെറ്റ് ബാക്ക് ഉണ്ടാവും, ഒരല്പം അടവുകൾ പിഴച്ചു പോകുന്ന ഒരു സമയം ഉണ്ടാവും. ഹിമാലയനും അങ്ങനെ ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു മാരകമായിട്ടുള്ള തിരിച്ച് വരവ് തന്നെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ഈ ഹിമാലയന് കൊടുത്തിരിക്കുന്നത്. ഇത് അലക്സ് ബാലകൃഷ്ണൻ ആൻഡ് സൈനിങ് ഓഫ് ഫ്രം ഇന്ത്യൻ ജേണൽ. ബൈ.